കിടന്നുറങ്ങുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനകത്തൊരു ആളും ഇങ്ങനെ കിടന്ന് കറങ്ങും. നേരം വെളുക്കുന്നവരെ ഒരാൾ എൻ്റെ തലമുക്ക് മുകളിൽ ചെയ്യുക. ഫാൻ അടച്ചാൽ ആരുമില്ല. ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങും? അന്നും ഒന്നുമില്ലല്ലോ, പേടിച്ചു വരണ്ട് കൊത്തിവെച്ച് കണ്ണടച്ചിരിക്കുന്നതാണ് ഒരാൾ. എന്നാൽ ഞാൻ ഫാനിൽ തൂങ്ങി മരിച്ച ഒരുത്തനാണ്. ആ മുറി ഫാനിൽ ഒരുത്തൻ തൂങ്ങിയിട്ടുണ്ട്. ചില കഥകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും രാത്രി മാത്രമാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന്. പക്ഷെ അല്ല എന്നാണ് ഒരു കമന്റ് പറയുന്നത്. പട്ടാപ്പകൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ മുഖം വ്യക്തമാകാത്ത രീതിയിൽ, മുടി മുഖത്തുകൂടി ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ രൂപം. അവളുടെ മുകളിലായി ആരോ കയറിയിരിക്കുന്ന പോലെ അനുഭവപ്പെട്ടു എന്നും രാവിലെ ദേഹത്ത് പാടുകളും അസഹനീയമായ വേദനയും വന്നു എന്ന് കേട്ട് എൻ്റെ കിളി പോയി. സത്യം എന്തായിരിക്കും? സത്യം പ്രേതാത്മാവ് തന്നെയാണ്. നെഗറ്റീവ് എനർജിയുടെ ശ്വാസസ്ഥലമാണത്. ഖുറാൻ ഓതുന്ന സമയത്ത് ശക്തമായ കാറ്റും മഴയും വന്നിട്ടുമുണ്ട്. മെഴുകുതിരി കെടാതെ അപ്പോഴും നിന്നതും ആളുകൾ അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. 100% സത്യം. ജിന്നെന്ന് പറയുന്നത് വളരെ സത്യകരമായ കാര്യം. ജിന്നും പ്രേതവും തമ്മിൽ വ്യത്യാസം. ജിന്നെന്ന് പറയുന്ന ഒരു ദൈവിക പരിവേഷമുള്ള ഒരു സാധനമാണ്. പിന്നെ ഞാൻ എന്തോ നിഴൽ ഓടിപ്പോയി എന്ന് കണ്ട് പേടിച്ചു പോയി. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ വീഡിയോയിൽ വന്ന കമന്റുകളാണ് ഇതൊക്കെ. ഞാനും എൻ്റെ അനിയനും ഒരു വെള്ള മനുഷ്യനെ കണ്ടിട്ടുണ്ട്. ജിന്ന്, പിശാജ് തുടങ്ങിയ എല്ലാം സത്യമാണ്. വിശ്വാസമില്ലാത്തവർ അനുഭവിക്കുമ്പോൾ എല്ലാം വിശ്വാസമാകും. അതുപോലെ തന്നെ ദൈവവിശ്വാസവും. എൻ്റെ ഉപ്പുപ്പാൻ്റെ ഉപ്പാപ്പ നല്ല സൂഫി പണ്ഡിതനായിരുന്നു. കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മമ്മയ്ക്ക് വേണ്ടി തൊട്ടടുത്ത് ഖബർ കുഴിച്ചപ്പോൾ ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ടതായി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ അവരുടെ ഖബറിൽ പണ്ട് മെഴുകുതിരി കത്തിച്ച് ഖുറാൻ ഓതുന്ന സമയത്ത് ശക്തമായ കാറ്റും മഴയും വന്നിട്ടുമുണ്ട്. മെഴുകുതിരി കെടാതെ അപ്പോഴും നിന്നതും ആളുകൾ അനുഭവം പറയുന്നത് കേട്ടിട്ടുണ്ട്. അനുഭവിക്കുന്നവർ എല്ലാം വിശ്വാസമാകും. ഇതൊക്കെ സത്യമായി 100% സത്യമാണ്. ജിന്നെന്ന് പറയുന്നത് വളരെ സത്യകരമായ കാര്യം. കാരണം ഞാൻ എല്ലാ കർമ്മങ്ങളും ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയിട്ടുള്ള ഒരാളാണ്. എല്ലാം, ബൈബിൾ ഉൾപ്പെടെ. ഞാനിപ്പോൾ ബൈബിൾ വെച്ച് ഫലം പറയാറുണ്ട്. ബൈബിൾ എടുക്കൂ എന്ന് പറഞ്ഞിട്ട് ബൈബിളിൻ്റെ ഇത്രാമത്തെ തന്നെ വരുന്ന, എനിക്ക് ഒരുപാട് ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ എൻ്റെ അടുത്ത് വരുന്നതാണ്. നിങ്ങൾ ബൈബിൾ എടുത്തിട്ട് ഇത്രാമത്തെ വരി, വിരളിരിക്കുന്നതിൻ്റെ ഇത്രാമത്തെ വരി വായിക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും. കാരണം അവർക്കറിയാം. ഖുറാൻ്റെ കാര്യത്തിലും അത് തന്നെയാണ്. അങ്ങനെ എന്നെ ഒരു ഉസ്താദ് എന്നെ തിരിച്ചറിഞ്ഞ് എന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ഞാൻ പോയി. ടീച്ചറെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചപ്പോൾ സന്ധ്യാസമയമാണ്. ഞാൻ ആ പ്രദേശം എവിടെയാണെന്ന് പറയുന്നില്ല. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞ് ഞാൻ വണ്ടി ഇറങ്ങിയപ്പോൾ ഞാൻ ആ മഴയുണ്ട് നല്ല. അപ്പോൾ ഈ ഭയം തോന്നിയില്ല എന്നുള്ളതാണ്. ഒരു കലിങ്ങിൻ്റെ അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ എൻ്റെ അടുത്ത് കലിങ്ങിൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റ് എൻ്റെ കൂടെ വരണ പോലെ തോന്നി. എങ്ങോട്ട് പോകുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഉസ്താദിൻ്റെ വീട്ടിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇല്ലല്ലോ ഇപ്പോൾ അവിടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അല്ല ഉണ്ടാവും എന്ന്. പിന്നെ മറ്റേ എനിക്ക് അറിയിപ്പ് കിട്ടിയ മൊബൈലൊന്നും ഇല്ല ആ സമയത്ത്. ഇല്ല, അദ്ദേഹം ഇവിടെ ഉണ്ടാകുന്നു. ഇല്ല, അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വഴിയൊന്നും നല്ല തിട്ടമില്ല. അപ്പോൾ ഒരു കലിങ്ക് ഇറങ്ങി, ഇവിടെ ബസ് നിർത്തിയാൽ ഒരു കലിങ്ക് ഇറങ്ങി ഈ കലിങ്കിൻ്റെ സൈഡിൽ കൂടെ, ഇപ്പോഴത്തെ മരങ്ങളും വയലും പോലെയുള്ള സ്ഥലമാണ്. ഇത് വഴി നടന്ന് അവിടെ പോകണം. അപ്പോൾ പറഞ്ഞു കുറേ ദൂരം പോകുമ്പോൾ ആട് കരയുന്ന ശബ്ദം കേൾക്കാം. അതാണെങ്കിൽ ഉസ്താദിൻ്റെ വീടാണെന്നുള്ളതാണ്. അപ്പോൾ എന്നെ പല പ്രാവശ്യം വന്ന് കണ്ടിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ പേരുമായിട്ട് ബന്ധമുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഈ ആളില്ല. ഒരു നിമിഷം നമ്മളിങ്ങനെ പരിഭ്രമിച്ചു പോകും. അന്ന് എനിക്ക് ഇത്ര ധൈര്യമില്ല. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിരുന്നു. മരണപ്പെട്ടു പോയിരുന്നു. ഒരു അപകടത്തിൽ മരിച്ചു എന്ന് പറഞ്ഞു. വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം എങ്ങനെ വന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വഴിയിൽ വെച്ച ഒരാൾ എന്ന് പറഞ്ഞ്, അപ്പോൾ അവരൊരു പേര് പറഞ്ഞു. അവനായിരിക്കും. കാരണം രണ്ടുപേരും തമ്മിൽ സ്കൂട്ടറിൽ പോകുമ്പോൾ മരിച്ചതാണ്. അത് മരിച്ച ആളാണ് വഴിയിൽ വെച്ച് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ അധികം പൊക്കമില്ലാത്ത ഇങ്ങനെ കഷണ്ടി കയറിയ ഒരാളാണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അവൻ തന്നെ. അവൻ്റെ പേരെന്തോ ഒരു കാര്യം പറഞ്ഞു, കബീർ എന്ന് അങ്ങോട്ട് ഒരു പേര് പറഞ്ഞു. ഇവർ രണ്ടും കൂടെ പോകുമ്പോൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. ഇല്ലയെന്ന് നമ്മളോട് പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ഒരാളടുത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അപ്പോൾ അദ്ദേഹമാണ് ഈ ജിന്നിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പകർന്നത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ മലയാള സിനിമയിലെ പ്രമുഖരായ പല നടന്മാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇത്തരം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ജിന്നും പ്രേതവും തമ്മിൽ വ്യത്യാസം? ജിന്നെന്ന് പറയുന്ന ഒരു ദൈവിക പരിവേഷമുള്ള ഒരു സാധനമാണ്. രണ്ട് ഘട്ടത്തിലാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ മരണാനന്തര ശേഷം, ഇപ്പോൾ ഈ സുൽഫി അതൊക്കെ കുറച്ച് ജിന്നിൻ്റെയൊക്കെ നമ്മൾ ഇതെടുക്കാം. ഈ പ്രേതങ്ങളെന്ന് പറയുന്നത് ഈ മരണാനന്തര ശേഷം മോക്ഷപ്രാപ്തിയില്ലാത്ത അലഞ്ഞു നടക്കുന്നത് നമ്മൾ പ്രേതാത്മാവെന്ന് പറയും. ഒരുമാതിരിപ്പെട്ടതൊക്കെ ലയിക്കും. സത്കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ മോക്ഷം തേടി അലയും. ദുർമരണം സംഭവിച്ചവരും ദുഷ്കർമ്മങ്ങൾ ചെയ്തവരും സത്യസന്ധമല്ല. ഇപ്പം ഒരാൾ നശിക്കാനായിട്ട് പോയിട്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ച് മൃത്യു സംഭവിക്കുന്നവരൊന്നും ഒരുപാട് കാലം ദുരിതം അനുഭവിച്ച് കിടക്കും. ഒരു വംശം നശിക്കും. മൂന്നാമത്തെ തലമുറ നശിച്ചു പോകും. സന്താനങ്ങൾക്ക് നാശം ഉണ്ടാകും. ആഭിചാരം ചെയ്യുന്നവർ അങ്ങനെയുള്ളതാണ് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതായിട്ട്.
അതൊന്നും രൂപമില്ല, വസ്ത്രങ്ങളൊന്നുമില്ല, അതിങ്ങനെ ഒരു ഷാഡോ ആണ്, അതിങ്ങനെ അലഞ്ഞ് അതിങ്ങനെ മലയടിവാരങ്ങളിലൊക്കെ ഈ മരങ്ങൾ ഒരുപാടുള്ള സ്ഥലത്ത്, പനങ്കാടുകളിലുള്ള സ്ഥലത്ത്, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്ക് ഇത് ജീർണിച്ച ആൾക്കാരില്ലാത്ത സ്ഥലത്ത് ശവപ്പറമ്പുകളിലൊക്കെ പോയിട്ട് അഭയം തേടി നിൽക്കും. പക്ഷേ ദുരിതപൂർണ്ണമാണ്, ദുരിതപ്രേതം എന്ന് നമ്മൾ പറയും. അത് നമ്മളിവിടെ ആവാഹിക്കുന്നു, നമ്മൾ ഹൈന്ദവതയിൽ. അതൊരു വലിയ കള്ളത്തരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ആവാഹനം എന്ന് പറയുന്നത്. പേര് ഞാൻ വന്നു, അതൊക്കെ ഞാനത് എടുക്കില്ല വിശ്വാസത്തിൽ. അല്ലെങ്കിൽ പേര് പറയണം, ഇന്ന ആളാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് എടുക്കണം. അതൊക്കെ അതൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യും എന്നുള്ളതല്ലാതെ ജോത്സ്യന്മാർ ഇതാ വന്നു ഇതാ ആവാഹിച്ച് കൊണ്ടുപോയിട്ടാൽ അവിടെ ചെയ്തോളൂ, ഇതൊക്കെ മണ്ടത്തരം. ആണി അടിക്കുന്നതൊക്കെ വെറുതെയാണോ? ആണി അടിക്കുന്നത് തന്ത്രമാന്ത്രികങ്ങളിലുള്ളതാണ്. പ്രേതാത്മാവിൻ്റെ ശക്തിയായിട്ട് മാന്ത്രികതയിൽ അതൊരു വിശ്വാസ സങ്കല്പത്തിൻ്റെ പേരിൽ ആ നെഗറ്റീവ് എനർജിയെ നമ്മൾ ആണിയടിച്ച് തറയ്ക്കുന്നതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ അവിടെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്നെ നോക്കിയിട്ട് ഭയങ്കരമായ അലർച്ചയാണ്. ഞാൻ എവിടെ ചെന്നാലും അവരെന്നെ നോക്കിയിട്ട് ഭീകരമായ അലർച്ചയാണ്. ആ സ്ത്രീ എന്നെ എത്രയോ കാലം വേട്ടയാടി, ആ മുഖം അവരുടെ. അത് ഒരു കാര്യമില്ല. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരുമായിട്ട് ഒന്നിനും പോയിട്ടില്ല. പക്ഷെ ഞാൻ തൊഴുതുകൊണ്ടിരുന്ന കീഴ്ക്കാവിൽ അവരെ ആണിയടിച്ച് തറയ്ക്കേണ്ടതാണ്. കാരണം അവരെന്തോ നല്ല കാണും. സാധാരണ ഇത്തരമുള്ള അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചോറ്റാനിക്കര കീഴ്ക്കാവിലുള്ള പ്രേതാത്മാക്കൾക്ക് ഭ്രാന്താണെന്നല്ല പറയേണ്ടത്, പലതും പല വ്യത്യാസങ്ങളായിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. അതിനൊക്കെ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല, തള്ളിക്കളയാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഈ സൈക്കാട്രിസ്റ്റ് ഡോക്ടർമാരെ കണ്ടാൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രീകണ്ഠനാട് ഒരു പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തു. ഇതെല്ലാം മനസ്സിൻ്റെ തോന്നലുകളാണ്. അവൻ ഇരുട്ടത്തൂടെ ഒന്ന് ഇറങ്ങി നടക്കട്ടെ, ഞാൻ പറയുന്ന സ്ഥലത്തൂടെ. ഈ പറയുന്നവന് മനസ്സിൻ്റെ തോന്നലായിരുന്ന സൈക്കാട്രിസ്റ്റിൻ്റെ വലിയ ഡോക്ടർമാരായിട്ട് വലിയ ഫലങ്ങളൊക്കെ പറയുന്നവർ, ഞാൻ പറയുന്ന സ്ഥലം രാത്രി 2 മണിക്ക് ശവപ്പറമ്പിലൂടെ ഒന്ന് നടന്ന് പോയിട്ട് വരട്ടെ. പോവില്ല, പേടിയായിരിക്കും, പോകാൻ പറ്റത്തില്ല. ഇവിടെ വലിയ വർത്തമാനം പറയണ ഒരുപാട് പേരെ നമുക്കറിയാം. ടി വിയുടെ മുമ്പിൽ വന്നിരുന്ന അത് അങ്ങനെയാണ് പഠിച്ചതല്ലേ പറയണം. ഏതെങ്കിലും ഇപ്പോൾ ജോർജ് തോമസ് സാറോ നമ്മളൊക്കെ പറയുന്ന പോലെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇവർ മറ്റേയാളിൻ്റെ പുസ്തകത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, മറ്റേയാളിൻ്റെ സിദ്ധാന്തത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, മറ്റേയാൾ പരീക്ഷണത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇതല്ലേ പറഞ്ഞിട്ടുള്ളൂ. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ മറ്റേ കുറേ ഫോർമുലകളെ കൂടെ പറയും. ഇവിടെ മനസ്സുണ്ടെങ്കിലേ, മനസ്സപ്പോഴേ പോയി ഇരുട്ടത്ത് ഇറങ്ങുമ്പോൾ ഇവരാരെങ്കിലും ഇറങ്ങുമോ? ഒരു ഇരുട്ടത്തൂടെ ഇത് ഈ വന്നിരുന്ന് പറയാം എന്നുള്ളതല്ലാതെ അല്ലേ. ഞാൻ പറയുന്ന ഒരു സ്ഥലം, പറയുന്ന പരിചിതമായ ഒരു സ്ഥലമുണ്ട്, പാലക്കാടിനടുത്തൊരു സ്ഥലമുണ്ട്. പനങ്കാടുകളാണ് അത് മുഴുവൻ. ഞാൻ രാത്രി 2 മണിക്ക് ഒരാളുടെ വസ്തുവായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയി. എൻ്റെ കാറിൻ്റെ ലൈറ്റ് തന്നെത്താൻ കത്തി. എൻ്റെ കൂടെയുള്ള ആളിൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. ഞാൻ അവിടെ കൊണ്ടുപോയി, ഞാൻ ഈ ധൈര്യം പറയുന്ന എൻ്റെ അവസ്ഥയാണ് ഞാനീ പറയുന്നത്. എൻ്റെ കാല് കീറിയിട്ട് ഇപ്പോഴും ആ പാടുണ്ട്, നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. ആ ഭൂമിയിൽ ഞാൻ പെട്ടെന്ന് ഓടി വണ്ടിക്കകത്ത് കയറി, തന്നെത്താൻ കാറിൻ്റെ ലൈറ്റ് കത്തി. ഒരു നിലവിളി, ഈ അറുവല വിളിക്കുന്നത് അലർച്ച കേട്ടു. രാത്രി 2 മണിക്കാണ്. ആ കുടുംബം ബിസിനസ് തകർന്നു പോയി. അവരൊന്നും എൻ്റെ അടുത്ത് പരിഹാരമൊക്കെ ചെയ്തെങ്കിൽ പോലും ഒന്നും ആയല്ലേ. അത് അത്ര ഞാൻ പറഞ്ഞത് ഒന്നും ചെയ്യാൻ പറ്റിയത് വിട്ടേക്കാൻ. എന്നിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി. ഞാൻ ഇവരുടെ വീട്ടിൽ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അലറിക്കൊണ്ട് തറയെ പോയി, ആ പെൺകുട്ടി. എന്നിട്ട് ഇവിടെ വന്ന് ഇതാ ഈ നിൽക്കാൻ വയ്യ, ഇങ്ങനെ കുനിഞ്ഞാണ് വരുന്നത്. വന്നാണ്ട് ഇതിലിങ്ങനെ പിടിച്ചു. ഞാൻ നിന്നു, നിൽക്കാനും വയ്യ, ഇരിക്കാനും വയ്യ, നടു ഇങ്ങനെ ഒടിഞ്ഞ് ആ ഒരു സാധനമാണ് ഈ അലറി വീണ പെൺകുട്ടിയുടെ. ഇവിടെ പ്രത്യങ്കര ഹോമം ചെയ്തു. ഇത് പറഞ്ഞത് ദൈവം അന്ധവിശ്വാസമാണെന്ന് പറയും. കുട്ടിക്ക് പിന്നെ ഇന്ന് വരെ അങ്ങനെ സംഭവം വന്നിട്ടില്ല. അലർച്ചയിൽ കാന്തല്ലൂർ നടുങ്ങിപ്പോയി. ഒരൊറ്റ ഒന്നും ചെയ്തില്ല, അവിടെ കൊണ്ട് ഇരുത്തിയതേ ഉള്ളൂ. ഒരു ആണിയടിക്കാനും പോയില്ല, പ്രേതവാഹനം നടത്താൻ പോയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോളാൻ, അവിടെ ചുമ്മാ ഇരുന്നതേ ഉള്ളൂ. അപ്പം ഇതേത് മനസ്സിൻ്റെ ആണെന്ന് നമ്മളിത് ചോദിച്ചാൽ അറിയാൻ പറ്റും. അതിൽ ബാധിച്ചിട്ട് ഒരു പൂജകളൊന്നുമില്ല. ഞാൻ പറയും ചുമ്മാ അവിടെ ആ മുറിയിലോട്ട് ഇരുന്നോളാൻ പറയും, അവിടെ ഇരുന്നോളാൻ. അവരിപ്പോൾ ജീവിച്ചിരിപ്പോഴാണ്. അതിനുശേഷം ഒന്നുമില്ല, ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അപ്പം നമുക്ക് പരിചയമില്ല, നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രേത ലോകത്തിൽ മരണാനന്തര ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ശരീരത്തിൽ എനർജി ആയിട്ടുള്ളത്. എൻ്റെതായ ഞാനും മുറിപ്പാലത്തിന് മാടന്തമ്പുര ക്ഷേത്രത്തിലിരിക്കുമ്പോൾ എത്ര വിഷയങ്ങളാണ് വരുന്നത്. എത്ര കുട്ടികളാണ് സ്ത്രീകൾ പുരുഷൻ്റെ സ്വരത്തിൽ സംസാരിക്കുന്നത്. അതിലിവിടെ മനഃശാസ്ത്രം എന്താ പറയണേ? ഇവരടുത്തോട്ട് കൊണ്ടുപോയി ഇവിടെ ഗുളിക കലക്കി അങ്ങോട്ട് കൊടുക്കും. പൂജയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ ഒന്ന് സ്വതന്ത്രമാക്കാൻ പറ്റൂ. മറ്റേ മനസ്സെന്താണ് തിരിച്ചറിയാൻ പറ്റൂ, എന്ത് കാരണങ്ങൾ കൊണ്ട് അത് സംഭവിച്ചെന്നറിയാൻ പറ്റൂ. കൊണ്ടാണ് അതിനെ കൊടുത്ത് കണ്ണിൻ്റെ അകത്തൊക്കെ കരിപ്പൊക്കെ അടിച്ച് തീർന്നു ജീവിതം. പിന്നെ തിരിച്ചൊരു വരവില്ല. അടുത്തൊരു അനുഭവമാണ്. എനിക്ക് 10 വയസ്സാണ്. ഞാൻ ഒരിക്കൽ ഊട്ടിയിൽ എൻ്റെ ഫാമിലിയുടെ കൂടെ ട്രിപ്പ് പോയി. അപ്പോൾ അവിടെ എത്തുമ്പോൾ 3 മണിയായി. പിന്നെ എല്ലാവരും റൂം എടുത്തു, എല്ലാവരും ഒപ്പമായിരുന്നു ഞാൻ കിടന്നത്.
എനിക്ക് ഉറക്കം വരുന്നേയില്ല. എല്ലാവരും ഉറങ്ങി. അപ്പോൾ 3:30 പിന്നെ ഞാൻ എന്തോ നിഴൽ ഓടിപ്പോയി എന്ന് കണ്ട് പേടിച്ചു പോയി. പിന്നെ എൻ്റെ ബാഗ് താഴെ വീണു. ഞാൻ വേഗം ഉറങ്ങി. പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ പേടിയുണ്ട്. ഇത് ഹോട്ടൽ മുറിയാണോ? ഹോട്ടൽ മുറിയാണ്. ഹോട്ടൽ മുറികളിൽ അങ്ങനെയുള്ള ബാധ നെഗറ്റീവ് എനർജികളുടെ സാന്നിധ്യം. ഇപ്പൊ ഞാനിരിക്കും അവിടെ കൊടൈക്കനാലിൽ പോയി താമസിച്ചു. ജനലിന്റെ അടുത്താണ് കിടന്നത്. അന്ന് നമുക്കിങ്ങനെ ഒരു സ്വാമി പരിവേഷമൊന്നുമില്ല, സ്വാമി ആയിട്ടുമില്ല, പക്ഷെ ദൈവവിശ്വാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ജനലിന്റെ ഭാഗത്ത് തിരിഞ്ഞു കിടക്കുമ്പോൾ അവിടെ ഒരുത്തൻ തൊപ്പിയും വെച്ച് കോട്ടും ഇട്ട് ഒരു വടിയും പിടിച്ച് നിൽക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു സെക്യൂരിറ്റി ആയിരിക്കുമെന്ന്. രാവിലെ എഴുന്നേറ്റ് ഒരാളങ്ങനെ നിൽക്കുവാണ് അവിടെ ജനലിൻ്റെ അവിടെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചോദിച്ചു, ഇവിടെ ഇതൊരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ സെക്യൂരിറ്റി ഇല്ല. അതുപോലെ ഉള്ളത്. അപ്പം ഇത് നമ്മുടെ അപ്പോൾ ശരിക്കും ഹോട്ടൽ മുറി എടുക്കുമ്പോൾ നമ്മൾ നോക്കി എടുക്കണോ? പറ്റൂല, കാര്യമില്ല. ഇപ്പം ഞാനും ടീച്ചറോടെ തൃശ്ശൂർ ഒരു ഹോട്ടലിൽ പോയി താമസിച്ചു. റൂം നമ്പർ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞു, സ്വാമി ഇവിടെ കിടക്കുമ്പോഴല്ലേ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ കിടക്കരുത്. 311 നമ്പർ. രാത്രിയായപ്പോൾ ഒരു സ്ത്രീ എന്നെ അറ്റാക്ക് ചെയ്തു. എൻ്റെ 2 കൈ ഇങ്ങനെ പിടിച്ചു വെച്ചു. എനിക്ക് അനങ്ങാൻ വയ്യാതായിപ്പോയി. ടീച്ചർ അടുത്ത് കിടപ്പുണ്ട്. ഞാൻ രാവിലെ ഹോട്ടലിൽ പറഞ്ഞു കൊണ്ടത്. അവർ ഒന്നും മിണ്ടിയില്ല അതിനകത്ത്. അവരപ്പം തന്നെ റൂം മാറ്റി പറഞ്ഞു, അതാ ലോക്ക് ചെയ്തെടുക്കാൻ പറഞ്ഞു. ഇത്രേ പറഞ്ഞു. ഞാൻ കണ്ടു, ഒരു കറുത്ത സ്ത്രീയാണ്, അവർ മൂക്കുത്തിയിട്ടൊരു സ്ത്രീയാണ്, അവർ മുടി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടൊരു സ്ത്രീയാണ്. അവർ എൻ്റെ 2 കൈയും പിടിച്ചിട്ട് എൻ്റെ കൈ ഞാനിങ്ങനെ കുതറുവാണ് അവിടുന്ന്. എന്നെപ്പോലെ ഒരു ഉപാസകനെ, അതും പ്രത്യേക ഉപാസകൻ്റെ ശരീരത്തിൽ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ശക്തിയായ പ്രേതാത്മാവാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ വ്യക്തിയുടെ ഭരണവുമായിട്ടോ ഒന്നോ സ്വാമിക്ക് ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാണ് സ്വാമി ഇങ്ങനെ ചെയ്യുന്നത്? അല്ല, ഞാൻ ഇത് ചിലപ്പോൾ എന്നെ ആ മുറിയിൽ കയറുന്നതിന് മുമ്പ് തന്നെ ടീച്ചർ പറഞ്ഞു, ഈ മുറി വേണ്ട, ഈ മുറിയിൽ എന്തോ പ്രശ്നമുണ്ട് സ്വാമി, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് എന്തോ അസ്വസ്ഥതയുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിർബന്ധിച്ച് കിടന്നു. ഞാൻ പോയി, ഒരു കുഴപ്പമില്ല, ഇവിടെ കിടക്കാം. ആ നിർബന്ധിച്ച് കിടത്തി. വേണ്ടാന്ന് ഒരാൾ പറഞ്ഞിട്ടും ഇല്ല ഇവിടെ തന്നെ കിടക്കാം, എന്തോന്ന് പ്രേതം എന്ന് ഞാൻ ചോദിച്ചു. ഇവിടെ ഒരു പ്രശ്നമില്ല, ഇവിടെ എന്തോ നെഗറ്റീവ് എനർജി, ഒരു നെഗറ്റീവ് എനർജി ഇല്ലെന്ന് കിടന്നപ്പോൾ ഞാനിവിടെ ഉണ്ട് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഇപ്പോൾ വേണമെങ്കിൽ ഇത് അന്ധവിശ്വാസം പറഞ്ഞ് തള്ളാം, പക്ഷെ ഹോട്ടൽ മുറികൾ എപ്പോഴും പ്രശ്നം തന്നെയാണ്. ഞാൻ ഒരിക്കലും ഒരു ഹോട്ടലിൽ പോയി കിടന്നു. കണ്ണൂരുള്ള ഒരു ഹോട്ടലാണ്. കണ്ണടച്ച് കിടന്നു. പഴയ ഹോട്ടലാണ്. പണ്ട് കാലത്ത് അധികം പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഹോട്ടലിൽ ചെറിയ നമ്പർ കാശ് കൊടുത്ത് കയറിയതാണ്. കിടന്നുറങ്ങുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ അതിനകത്തൊരു ആളും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു. അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രി വണ്ടി എന്ന് പറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് ആ സീലിംഗിൽ. പണ്ടത്തെ കാലമാണ്. രാത്രി വണ്ടി എന്ന് പറഞ്ഞ പ്രേംനസീറിന്റെ സിനിമ. എറണാകുളം ജംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ പോസ്റ്റർ ഒട്ടിച്ച് അങ്ങനെ നടുക്കാണ് ഈ ഫാന്. അപ്പോൾ ഒരാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോ അതിന്റെ ശബ്ദമോ ഫാനിന്റെ നേരം വെളുക്കുന്നവരെ ഒരാളെന്റെ തലമുക്ക് മുകളിൽ സജ്ജ. ഫാൻ അടച്ചാൽ ആരുമില്ല. ഉറങ്ങിയോ? ഇല്ല, ഉറങ്ങിയില്ല. എങ്ങനെ ഉറങ്ങും? അന്ന് ഒന്നുമില്ലല്ലോ, പേടിച്ചു വരണ്ട് കൊത്തിവെച്ച് കണ്ണടച്ചിരിക്കണാണ്. ഫാൻ ഇട്ടാൽ ഇയാൾ കറങ്ങും. ഒരാൾ എന്ന് പറഞ്ഞാൽ ഫാനിൽ തൂങ്ങി മരിച്ച ഒരുത്തനാണ്. ആ മുറി ഫാനിൽ ഒരുത്തൻ തൂങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. ഇപ്പം നമ്മൾ അവൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള അങ്ങനെ ഒരു പ്രേതാത്മാവ് ഉണ്ടെങ്കിൽ നീ എന്തിനാണ് തൂങ്ങി മരിച്ചു എന്നുള്ള നമ്മുടെ മനസ്സുകൊണ്ട് അവൻ്റെ മനസ്സുമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ടുള്ള ആ അവസ്ഥ നമുക്കുണ്ട് അല്ലേ. ഒരു അന്വേഷകനാണെന്നുള്ള നിലയിൽ എനിക്ക് അവൻ എന്തിനാണ് മരിച്ചത്, അവനെ കൊന്നതാണ്, എന്തിനാണ് കൊന്നത്, നീ എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ടുള്ള ഒരു ഇപ്പോഴൊക്കെ ഞാൻ വിട്ടുകളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ പ്രേതാന്വേഷകൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. നിഗൂഢ രഹസ്യങ്ങൾ എന്നൊരു പുസ്തകമുണ്ട്. പ്രേതാനുഭവ കഥകളുമുണ്ട്. അതിനകത്ത് ഞാൻ ഇത്തരം കഥകൾ എഴുതിയിട്ടുണ്ട്. ഇത്ര ഇതുപോലുള്ള അനുഭവങ്ങൾ കഥകളാണ്. അത് എത്ര ജനം വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പുസ്തകം നല്ല സീലാണ്. അവിടെ വരുമാനമുണ്ട്, 3 നേരം ആഹാരം കഴിച്ച് കിടക്കും. അപ്പോൾ ഒരു ഹോട്ടൽ റൂം എടുക്കുന്നു, എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ആ റൂമിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ കഴിയുമോ? ആദ്യമൊന്നും അറിയാൻ പറ്റില്ല. ഇല്ല. അത് ഇപ്പൊ എന്നെ പോലെ ഈ പറഞ്ഞ മുറി വിശ്വാസം, ചെറിയ പേടി മാത്രമുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് അറിയാനൊന്നും കഴിയും. അനുഭവങ്ങളുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിക്കും. ഞാനിപ്പോ രണ്ടിന്റെ നടുവിലാണ്. എന്ത് പറയണം, എന്ത് പറഞ്ഞുകൂടാ. പിന്നെ അനുഭവങ്ങളില്ലാത്ത ആൾക്കാരും അസ്വസ്ഥരായ ജനങ്ങളും ഈ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം എന്തിനേയും എതിർക്കണം. കമ്മ്യൂണിസം ഒരുപാട് വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. തലയും മുണ്ടിട്ടുകൊണ്ട് നമ്മുടെ അടുത്ത് വരികയും ചെയ്യും. അത് ഞാൻ വേറെ പറയാം. രണ്ടും ഉണ്ട് അല്ലേ. ദൈവത്തിനെ പരസ്യമായി എതിർക്കുകയും ഈ ശക്തികളെ പരസ്യമായി എതിർക്കുകയും പ്രപഞ്ചശക്തികളെ എതിർക്കുകയും കർമ്മമാണ് പ്രധാനമെന്ന് പറഞ്ഞിട്ട് രാത്രി നമ്മളത് കാര്യം ചോദിക്കുകയും ചെയ്യും. മക്കളെ കാര്യം ഉണ്ടെങ്കിൽ യാതൊന്നും നോക്കാതെ കെട്ടിക്കത്തുമില്ല. അത് വേറെ കാര്യം. ഇതുണ്ട്, ഇതിനകത്തുള്ളതാണ്. പക്ഷെ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനേക്കാൾ വലുത്. ഇപ്പോൾ സർപ്പക്കാവ് മുഴുവൻ ഇടിച്ചു നിരത്തി കളഞ്ഞിട്ട് വീട് വെച്ച് നശിച്ചു പോയ എത്രയോ പേരാണ്. അവിടെയുള്ള പ്രേത വിഷയങ്ങൾ എന്തോരം വിഷയങ്ങളാണ്. പാമ്പ് വന്ന് നെഞ്ചത്ത് കയറി നിൽക്കുന്ന ഈ പെൺകുട്ടി പറഞ്ഞു. അവിടെ കാവായിരുന്നു. ആ കുട്ടിക്ക് അംഗവൈകല്യമുള്ള കുട്ടി ജനിച്ചു. സ്കിൻ ഡിസീസായി.
രാത്രിയാകുമ്പോൾ നെഞ്ചത്തെ പാമ്പ് ഇങ്ങനെ നിൽക്കുവാണ്. കുട്ടി പറയാം എൻ്റെ അടുത്ത്, സ്വാമി അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാൻ എന്ത് ചെയ്യും? വീട് വിറ്റ് കളയണോ? ഒരു രക്ഷയില്ല, മാറിയേ പറ്റുള്ളൂ. അവർക്ക് നിവർത്തിയില്ല. അപ്പൊ ഈ വീട് വിറ്റാൽ അത് വാങ്ങിക്കുന്ന കുടുംബക്കാർ വാങ്ങിക്കില്ലല്ലോ ആരും. ഇപ്പോഴങ്ങനെയൊന്നും ആരും വാങ്ങിക്കില്ലല്ലോ. വെളിയിൽ മാറിയെന്ന് പറയും ദൈവമില്ല, നാഗമില്ല, ഇതിനൊക്കെ അടിച്ചു കൊന്ന് കളയണമെന്നൊക്കെ പറയും. ചൈനയിൽ നാഗത്തെ പാമ്പിനെ തിന്നുന്നുണ്ട്. പാമ്പത്തെ മക്രോണി മീൻ, ചാള മീനെ പോലെ ഉണ്ടാകുന്ന നാഗങ്ങളാണോ ഇതിനു വേണ്ടി വളർത്തുന്നത്? ഇവിടത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഘോര നാഗങ്ങളില്ലേ, ഓരോ ദൈവങ്ങളുടെയും പുറകിലിങ്ങനെ നാഗശക്തിയുള്ള എത്രയും പവർഫുൾ ആയിട്ടുള്ള നാഗങ്ങൾ. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചാണ് അല്ലേ. അതെ. അപ്പോൾ നമ്മൾ ചില കഥകൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും രാത്രി മാത്രമാണോ ഇങ്ങനെ ഉണ്ടാകുന്നതെന്ന്. പക്ഷെ അല്ല എന്നാണ് ഒരു കമന്റ് പറയുന്നത്. തിരുവനന്തപുരത്ത് വെച്ച് തന്നെ അവിടെ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു വരികയായിരുന്നു. പട്ടാപ്പകൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തൊട്ടടുത്ത് ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ മുഖം വ്യക്തമാകാത്ത രീതിയിൽ, മുടി മുഖത്തുകൂടി ഇറങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ രൂപം. ഒരു നിമിഷം സ്തംഭിച്ചു പോയി, അനങ്ങാൻ പറ്റാതെയായി. പെട്ടെന്ന് അത് മാഞ്ഞു പോവുകയും ചെയ്തു. പിന്നെ ചുറ്റും നോക്കിയിട്ട് ഒന്നും കണ്ടില്ല. തോന്നലായിരിക്കുമെന്ന് വിചാരിച്ചു. എന്നാൽ തൊട്ടടുത്തിരുന്ന പെൺകുട്ടി അന്ന് രാത്രി വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ അവളുടെ മുകളിലായി ആരോ കയറിയിരിക്കുന്ന പോലെ അനുഭവപ്പെട്ടു എന്നും രാവിലെ ദേഹത്ത് പാടുകളും അസഹനീയമായ വേദനയും വന്നു എന്ന് കേട്ട് എൻ്റെ കിളി പോയി. സത്യം എന്തായിരിക്കും? സത്യം പ്രേതാത്മാവ് തന്നെയാണ്. നെഗറ്റീവ് എനർജിയുടെ ശ്വാസസ്ഥലമാണത്. അന്ന് അത് മരണപ്പെടുകയോ അത് ദുഃഖിക്കുകയോ ചെയ്ത മരണപ്പെട്ട ദിവസത്തിൽ അതൊരു അറ്റാക്ക് നടത്തി എന്നുള്ളത്. കാരണം ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് ഒരു ഫോട്ടോ കൊണ്ടുവന്ന് കാണിച്ചു. IT കമ്പനിയാണ്. അയാളുടെ പുറകിൽ വന്നിരിക്കുകയാണ് ഒരാൾ. ഫോട്ടോയിൽ പതിയുമോ? ഫോട്ടോയിൽ പതിഞ്ഞേക്കുന്നു പകല്. ആ ഫോട്ടോയിൽ ഒരാൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്, ഒരു ഷാഡോ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ പണിതുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അയാൾ പറയുന്നത്, അയാൾ ഇങ്ങനെ ഞെട്ടിത്തിരിഞ്ഞ് നോക്കുന്ന എല്ലാം അയാൾ എന്നെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്, ക്യാമറയിൽ നേരത്ത് കാണിച്ചു. ഇതൊക്കെ ആരോടും പറയാനാണ്? ഇതൊക്കെ ഉണ്ട് ഇവിടെ. ഈ പറഞ്ഞ IT ഓഫീസുകളിൽ പട്ടാപ്പകൽ വരുന്ന ആത്മാക്കൾ. ഞാൻ അദ്ദേഹം ഷൂട്ട് ചെയ്തവന്ന് എന്നെ കാണിച്ചതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ ജോലിയെ വേണ്ടെന്ന് വെച്ചോളാൻ പറഞ്ഞു. പുള്ളി ജോലി റിസൈൻ ചെയ്തു. ഷൂട്ട് ചെയ്ത് എന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ ആ ഓഫീസിൽ ആ വ്യക്തിയെ മാത്രമേ ആ ദിവസം ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിലായിരിക്കും അദ്ദേഹം ഇരുന്നിരുന്നത്. ആ മരണപ്പെട്ട സമയം അദ്ദേഹത്തിന് ഇപ്പോൾ മേലുദ്യോഗസ്ഥൻ വന്ന് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത ദിവസമായിരിക്കും, പുറകെയുള്ള ദിവസമായിരിക്കും. ഇന്ന് ഞാൻ മരിക്കും ആ കാണിച്ച് ഷോക്ക് ഉണ്ടാക്കിയ ദിവസം അയാൾ ആത്മഹത്യ ചെയ്ത ദിവസമായിരിക്കും. ആ കസേരയിലിരുന്ന് മരിച്ച ആളല്ലെന്ന് ആര് കണ്ടു? ജീവിതത്തിൽ പെൺകുട്ടികളെ ലിഫ്റ്റിംഗ് പിടിച്ച് കോട്ടൊക്കെ ഇട്ട് വന്നിരുന്ന് ജോലി ചെയ്യും. പക്ഷെ അവളെ വീട്ടിലെ പ്രാരാബ്ദങ്ങളും ദുഃഖങ്ങളും എല്ലാം അവൾക്ക് അല്ലേ അറിയും. ഭർത്താവ് തലേദിവസം രാത്രി എടുത്തിട്ട് ചവിട്ടി ഒതുക്കിയെടുത്ത് മൂലയ്ക്ക് എറിഞ്ഞ് അവൾ കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് കരഞ്ഞു പിടിച്ച് മുളവും തുടച്ച് വന്നിരുന്ന് ജോലി ചെയ്യുകയാണ്. അവിടെ മനസ്സ് മുഴുവൻ ദുഃഖമായിരിക്കും. ആര് കണ്ടു? ഇവിടെ സുഖകരമായി ജീവിക്കുന്ന എത്ര ദാമ്പത്യമുണ്ട്. മരണപ്പെട്ടു ആത്മഹത്യ ചെയ്ത് കാണും. അതിൻ്റെ പ്രേതാത്മാവിൻ്റെ അവളെ ജോലി പോയല്ലോ ഈശ്വര, എൻ്റെ കുഞ്ഞിനെ ആര് വളർത്തുന്നുള്ള ഒരു പ്രേതാത്മാവിൻ്റെ ദുഃഖമാണ് നമ്മളവിടെ കണ്ടത്. അപ്പോൾ ഈ അമ്മമാർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളിൽ മക്കളുടെ ഒപ്പമായിരിക്കില്ലേ ആത്മാവ് ഉണ്ടാവുക? അത് പറയാൻ പറ്റില്ല.